മമ്മൂട്ടിയും പ്ലസ് അത് ഞാൻ പറയുമ്പോൾ മോഹൻലാലും പൃഥ്വിരാജ് ഇവരെ ക്ലബ് ചെയ്തേ പറയാനൊക്കെ ഉള്ളൂ. കാരണം ഇവർ 3-4 പേരാണ് ഇൻഡസ്ട്രി തകർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറ്റ്സ് എ ബിസിനസ്. നമ്മളൊരു ഒരു 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 കലാരൂപം എന്നുള്ള രീതിയിൽ മലയാളത്തിൽ നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. കലാമൂല്യമുള്ള സിനിമ ഇറങ്ങിയിട്ടേ ഇല്ല മലയാളത്തിൽ. അങ്ങനെ ഇറങ്ങും നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സിനിമകളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലുള്ളതൊക്കെ ആണെങ്കിൽ വളരെ മീഡിയോക്കറാണ്. അടൂർ അരവിന്ദനൊക്കെ സ്വന്തം പടം, സ്വന്തം ഫിലോസഫി സ്വയം പൊളിച്ചു കളഞ്ഞ ആളാണ്. സംസാരം പാടില്ല, അധികം സംസാരം ഇല്ല എന്നുള്ളതാണ് അരവിന്ദനൊക്കെ പറഞ്ഞ ഒരു സിനിമ. നിങ്ങൾ റെനയുടെ ഹിറോഷിമ മോണമർ നോക്ക്, നിറയെ ഡയലോഗാണ് അല്ലേ. അപ്പോൾ ഡയലോഗ് ഉള്ളതൊന്നും, നിശബ്ദത, ഡയലോഗ്, മിണ്ടാതെ ഇങ്ങനെ മിഴിച്ചിരിക്കും, ഇതൊന്നും അല്ല. ദീസ് ആർ ഫോർമുലാസ്, കണ്ടീഷൻഡ് തിങ്സ്. പിന്നെ അരവിന്ദൻ്റെ കാഞ്ഞർ സീതയിൽ ഭയങ്കര ഇത് പറയുന്നുണ്ട്. അത് എന്താണ്, പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്, സാഖ്യ ഫിലോസഫി. പക്ഷെ അതിൻ്റെ അവസാനം ഒരിതുണ്ട്. ആ അശ്വമേധ യാഗം നടത്തുമ്പോൾ പിന്നീട് അപർണ സിനിമയൊക്കെ എടുത്ത ഡയറക്ടറായ പത്മകുമാർ, താടിയൊക്കെ മുടിയൊക്കെ വളർത്തിട്ട് അയാളിങ്ങനെ സീതയുടെ ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട്, സീതയുടെ രൂപം. അപ്പം സീത എന്നുള്ളത് പ്രകൃതിയാണെന്ന് അരവിന്ദൻ കൊണ്ടുവന്ന് അരവിന്ദൻ തന്നെ ഒറ്റ ഷോട്ടിൽ പൊളിച്ച് ദൂരെ എറിഞ്ഞു, ദൈവമാക്കി, വിഗ്രഹമാക്കി പൊളിച്ചു. പ്രകൃതി എങ്ങനെ ആകുന്നത്? പ്രകൃതി എങ്ങനെയാണ് ഇങ്ങനെ ആകുന്നത്? അത് പൊളിച്ചു, നമ്മളല്ല, അയാളെ പൊളിച്ചത്. അത് പക്ഷേ അത്ര സൂക്ഷ്മമായിട്ട് നമ്മുടെ കാണികൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അത് ഒരു നിരൂപകന്മാരും അങ്ങനെ ഒന്നും എഴുതിയില്ല. ഞാൻ സ്റ്റാൻസ് എന്നൊരു ഇംഗ്ലീഷ് ഒരു മാഗസിനല്ല, ഓൺലൈൻ മാഗസിനായിട്ട് ഞാൻ ഒരു കോളം എഴുതുമായിരുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ കോളം എഴുതുന്നത് അരവിന്ദനെ കുറിച്ചാണ്. മൈ ഗോഡ് ഡൈഡ് യങ്. അന്ന് കാഞ്ഞിര സീത കാണുമ്പോൾ 9 ദിവസമായിട്ട് ഉണ്ടായിരുന്നു. 9 ദിവസം കണ്ട ഒരാളാണ് ഞാൻ. ദൈവമാണ് എനിക്ക്. കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ കാഞ്ഞിര സീതയൊക്കെ എടുക്കുന്നതിനും 2 വർഷത്തിനൊക്കെ മുമ്പാണ് തർക്കോസ്കിയൊക്കെ സിനിമ, ലോക സിനിമ കാണുമ്പോൾ ഇവർ കാണിക്കുന്ന ഈ ദൈവങ്ങൾ ഇങ്ങനെ മരിച്ചു പോകുന്നു. അരവിന്ദൻ അടൂരിനെ കുറിച്ചോ? അടൂരിൻ്റെ എല്ലാ സിനിമയിലും നിങ്ങൾ നോക്കൂ, കുറേ നേരം ആളുകൾ ആഹാരം കഴിക്കണൊക്കെ. ചില നമ്മൾ ചില കൊമേഴ്സ്യൽ സിനിമയ്ക്ക് ചില ഫോർമുല പോലെ അടൂരിന് ചില ഫോർമുലയുണ്ട്. ഈ ആഹാരം കഴിക്കാണ്ട് നമ്മുടെയൊക്കെ ഇവിടെ ഏറ്റവും കുറവ് സമയമാണ് ആഹാരം കഴിക്കാൻ എടുക്കുന്നത്. വെസ്റ്റേൺ കൾച്ചറിലാണ് ആഹാരത്തിൻ്റെ ഇടയിലാണ് അവർ പല കാര്യവും ഡിസ്കസ് ചെയ്യണം. ഇത് ഇങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുത്താൽ ഇങ്ങനെയൊക്കെ വിഴുങ്ങനെ കാണിക്കുമ്പോൾ വെളിയിലുള്ള, ഇപ്പം നമ്മളിപ്പോൾ ഒരു ട്രൈബൽ ഏരിയയിൽ പോയിട്ട് ട്രൈബ്സിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്യൂരിയോസിറ്റി നമ്മൾ നോക്കും. ഇതേ ക്യൂരിയോസിറ്റിയാണ് വെസ്റ്റേൺ ഓഡിയൻസിന് ഇതുള്ളത്, ഇത് കാണുന്നത്. അടൂരിൻ്റെ പടങ്ങൾക്ക് ഭയങ്കര ഡെപ്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, ഒരു 2 വർഷത്തിന് എനിക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഫെലോഷിപ്പ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അടൂരിൻ്റെ മുഖാമുഖം ഉൾപ്പെടെയുള്ള സിനിമകൾ അതിന് ഞാൻ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ പബ്ലിഷ് ചെയ്യും. അതൊരു കൊടിയ വഞ്ചനയാണ് ഇത് കാണിക്കുന്നത്. സിനിമയിലൊക്കെ കൊടിയ വഞ്ചനയാണ് കാണിക്കുന്നത്, മുഖാമുഖത്തിനകത്ത് കാണിക്കുന്നത് കൊടിയ വഞ്ചനയാണ്. അപ്പോൾ അടൂർ വളരെ ഡെപ്തുള്ള ഒരു ഫിലിം മേക്കറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടെക്നിക്കലി വളരെ നല്ലതാണ്, ക്രാഫ്റ്റ് വൈസ് വളരെ നല്ലതാണ്. അതിനപ്പുറം സിനിമയ്ക്ക് അപ്പുറം എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ലയെന്ന് പറയേണ്ടി വരും. മലയാള സിനിമയിൽ ഓക്കെ, അപ്പോൾ കലാമൂല്യമുള്ള സിനിമ, ആർട്ട് ഫിലിം എന്ന് പറയുന്നത് ഹോപ്പ്ലെസ് ആണ്. അല്ല, ഹോപ്പ്ലെസ് എന്നുള്ളതല്ല. ഞാൻ അതൊരു കാലഘട്ടത്തിൽ വന്നിരുന്നിട്ട് അതിന് ചില ഫോർമുല ഉണ്ടായി. ഈ 5-10 മിനിറ്റ് നിശബ്ദമായിരിക്കുന്നു, ആദ്യത്തെ 10 മിനിറ്റ് ഒന്നുമില്ല, ഇതൊന്നും അല്ല കാര്യം. അതിൻ്റെ ഇടയിൽ അതിനെ ബ്രേക്ക് ചെയ്യേണ്ട കൊമേഴ്ഷ്യൽ സിനിമക്കാർ വേറൊരു ട്രാക്കിൽ കൂടെ വന്നു. ദാറ്റ് ഈസ് പാരലൽ സിനിമ, ഭരതൻ്റെയും പത്മരാജൻ്റെയും. അപ്പോൾ ഈ ആർട്ട് സിനിമ എന്ന് പറഞ്ഞ സാധനം പോയി. മാത്രമല്ല, അവാർഡുകളിൽ നോക്കണം, അവാർഡുകൾ പണ്ട് കിട്ടുന്ന ആർട്ട് സിനിമയ്ക്കാണ്. അപ്പോൾ ജനപ്രിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയൊരു കാറ്റഗറി വന്നു. ജനപ്രിയ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയ്ക്കും കൊടുത്താൽ മതി, അതിന് വേറെ കമ്മിറ്റി ഒന്നും വേണ്ട. ജനപ്രിയ നല്ല സിനിമ വേറെ. അപ്പോൾ ഈ കാലക്രമത്തിൽ ഈ നല്ല സിനിമ എന്ന് പറഞ്ഞ സാധനത്തിനെ ഈ കൊമേഴ്സ്യൽ സിനിമക്കാർ പാരലൽ സിനിമ എന്ന ടൂള് വഴി ഫിനിഷ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പാരലൽ സിനിമ എന്ന് പറഞ്ഞ ഒരു ടൂള് മാത്രമായിരുന്നു കൊമേഴ്സ്യൽ സിനിമക്കാർ, അവരെ കൊമേഴ്സ്യൽ സിനിമക്കാർ കളഞ്ഞു. ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ 70-75 വയസ്സൊക്കെ മനുഷ്യർ പിരിയം വരെ വിഗ്ഗും വെച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കൈ വീശുമ്പോൾ 6 എണ്ണം തെറിച്ചു പോയി. ഈ മനുഷ്യരെയും കൊണ്ട് നമുക്ക് ഇവരെ വേഷം അറിയാത്ത രീതിയിൽ നമ്മൾ ഇവരെയും കൊണ്ട് ഒരു നാട്ടിൻപുറത്തൊരു ചായക്കടയിൽ പോയെന്ന് വിചാരിക്കും. ചായക്കടയിൽ പോയി ഇവരെ ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പറയാണ്, അണ്ണ 2 ചായ അടിയെന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി ഇവരെ കാണില്ലേ, അടിയെന്ന് കേട്ട് ഇവർ ഓടിപ്പോകും. അടിയെന്ന് കേട്ടാൽ മതി. അതാണ് ഈ ഒരു കൈ വീശുമ്പോൾ 5 പേര് തെറിച്ചു പോകുന്നു. പിന്നെ വളരെ ചെറുപ്പക്കാരായ സുന്ദരികളായ സ്ത്രീകൾക്ക് ഇവരോട് സ്നേഹം തോന്നുന്നു.
70-75 വയസ്സായവരോട് സെൻസിബിൾ ഉള്ള ഒരു പെൺകുട്ടിക്ക് സ്നേഹം തോന്നുന്നില്ല. ആക്ടേഴ്സ് എന്നുള്ള നിലയിൽ അല്ലാതെ ആക്ടേഴ്സ് നല്ല അല്ലാതെ ഒരു വ്യക്തിയെ തോന്നാം. ഇപ്പം ഞാൻ ഡയലോഗ് ഇതിനു വേണ്ടി കൂടി നൻപകൽ നേരത്ത് മയക്കുന്ന ഒരു സിനിമയാണ്. മമ്മൂട്ടിയുടെ പുതിയ അതിനകത്ത് ഇങ്ങനെ കാണും മമ്മൂട്ടി ഒരു ഗ്രാമത്തിൽ വന്നിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകും. അപ്പോൾ അവർ ആരോ ഒരാളൊന്ന് ചോദിക്കുന്നതാണ്, ഇതുവഴി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ പോയത് കണ്ടോ? ഞാൻ അവിടെ വെച്ച് ആ സിനിമ കാണുന്ന നിർത്തി. കാരണം അത് മമ്മൂട്ടിക്ക് വേണ്ടി ഇരുന്ന ഡയലോഗാണ്. സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്, രണ്ടു വാക്കി തീർക്കുകയാണ്. ഇവർ ഈ രണ്ടും ഞാൻ ബേസിക്കലി ഞാൻ ഇവർ എംപ്ലോയീസ് ആണ്. ആ ബോധ്യം ഇവരെല്ലാം എംപ്ലോയീസ് ആണ്. എംപ്ലോയർ മുതലാളിയാണ്, സിനിമ മുടക്കണവരാണ്. ഇപ്പം എന്താണ് ഈ നോക്കുകൂലി പോലെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സിസ്റ്റം പോലെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരായ മമ്മൂട്ടി മോഹൻലാലും അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ അമ്മയും അതുപോലെ മാക്ടയും അതെല്ലാം ട്രേഡ് യൂണിയൻ സംഘടനകളാണ്, മുതലാളിയുടെ അല്ല. ഇവരെല്ലാവരും കൂടെ ചേർന്ന് മുതലാളിയുടെ കഥ കഴിക്കുകയും ഇവർ മുതലാളിമാരായിട്ട് മാറുകയും പണ്ട് തൊഴിലാളികൾക്ക് കൊടുത്തിരുന്ന ആനുകൂല്യം പോലും ഇവർ എംപ്ലോയ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യും. അതെ അതെ, അതെങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ പുതിയ ട്രെൻഡിലും മാറ്റം വന്നിട്ടില്ലേ സാർ? എവിടെയാണ് ഇവരൊക്കെ എന്തിനാണ് ഫിലിം പ്രൊഡ്യൂസ്? ഞാൻ പറഞ്ഞ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോജിക്കൽ, അവരുടെ ലീഗാലിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറയണത്. അവർ ഒരേ സമയം ഇപ്പോൾ കൈരളി മാർക്സിസ്റ്റ് പാർട്ടി കൈരളി ചാനൽ നടത്തുന്നവരാണ്, മനസ്സിലായോ? കൈരളി ചാനലിൽ കുറേ പേര് പിരിച്ചുവിട്ടപ്പോൾ ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല, സമരവുമില്ല. ഇവിടെ ഒരു കൊച്ചു ഒരു കടക്കാരൻ പെട്ടിക്കടക്കാരനായാലും പിരിച്ചുവിടുകയാണ്. ഈ മുതലാളി ടാറ്റ ബിർള ഈ മുതലാളി എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യാൻ പോയി. കൈരളിയിൽ നിന്ന് പിരിച്ചുവിട്ട ചോദ്യം ഇപ്പോൾ തൊഴിലാളി മുതലാളിയായാൽ മുതലാളിയേക്കാൾ വഷളനാകും. അതാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. എന്താണ് മലയാള സിനിമയുടെ ഭാവി ഇങ്ങനെ പോയാൽ? അതായത് നമ്മൾ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് കാണണമെങ്കിൽ, ഞാൻ പറഞ്ഞത് സിനിമ എന്നൊരു അല്ല, ഇൻഡസ്ട്രി ആയിട്ടാണ് കാണണമെങ്കിൽ ഇൻഡസ്ട്രി ഒരു പണം മുടക്കുന്നതിൻ്റെ ബേസിക് ഉദ്ദേശം എന്താണ്? ടു ഏൺ പ്രോഫിറ്റ്. ദാറ്റ്സ് എ ബേസിക്. യു ഇൻവെസ്റ്റ്, ഏൺ പ്രോഫിറ്റ്. പ്രോഫിറ്റാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ. ഇവിടെ കഴിഞ്ഞ വർഷം പറഞ്ഞ 245 സിനിമേറ്റോ എടുത്തു, അതിൽ 9 സിനിമേറ്റോ വിജയിച്ചു. അതിൽ 2-3 സൂപ്പർ ഹിറ്റായി. അതായത് ബാക്കി മുതൽ പൊട്ടി. ആ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം, ഇൻഡസ്ട്രി നഷ്ടം. നിങ്ങൾ നോക്ക്, നഷ്ടമാകുന്ന ഇൻഡസ്ട്രിയിൽ പണം മുടക്കാൻ വീണ്ടും വരുന്നവർ ആര്, എന്തിനു വരുന്നു? അവിടെയാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ മാഫിയയുടെ കള്ളപ്പണം നടക്കുന്നവരാണ്. കാരണം നിങ്ങൾ ഈ കഥാപാത്രങ്ങളെല്ലാം മൂന്നാംകിട റൗഡികളാണ്. നിങ്ങൾ ഇവരാരെ നോക്കി, ഇവരൊന്ന് വീണ്ടുകയാണ് രണ്ടിനും ആടി കൊടുക്കും, മണ്ടേ അടിച്ച് പൊളിക്കും, കഞ്ചാവ് കുടിക്കും, വെള്ളം സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. 3 പേര് കൂടെ ഉടൻ കുടിക്കുക. ഇത് മാത്രമാണ് സിനിമയിൽ വരുന്നത്. നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇത്ര പേര്, നമ്മൾ ആരുമായിട്ടാണ് അടി ഉണ്ടാക്കുന്നത്? എത്ര പേരാണ് അടി ഉണ്ടാക്കണപ്പോഴാണ്? ഇവരെല്ലാവരും അടി ഉണ്ടാക്കും. മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ അയാൾ കണ്ണ് കണ്ടുകൂടാ, ഒപ്പം നിന്നൊരു സിനിമയാണ്. അവസാനം അയാൾ പോലീസ് സ്റ്റേഷനിൽ അയാൾ പറഞ്ഞാൽ കഥ അങ്ങ് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വെച്ച് നീ പോകാൻ ഞങ്ങൾ നോക്കിക്കളാം. അല്ല, നിങ്ങൾ പോകാതിരിക്കാൻ. അത് ഈ എല്ലാവരും മറ്റേ റാംബോ സിനിമയിൽ സിൽവസ്റ്റർ സ്റ്റാലിൻ ഇരിക്കണ പോലെ ഈ കണ്ണ് കണ്ടുകൂടാത്ത ഈ മോഹൻലാൽ ഇടിച്ച് തകർത്ത് വീഴ്ത്തുകയാണ്. അപ്പോൾ ഈ ഇടി ഉണ്ടാക്കണം. പോലീസ് ഓഫീസേഴ്സിനടുത്ത് നോക്ക്, അവർ ഇടി വിളിക്കും, ചീത്ത വിളിക്കും. അതായത് റൗഡികളാണ് നമ്മുടെ ഹീറോസ്. അതെന്തിനെന്ന് വെച്ചാൽ ഈ റൗഡികൾക്ക് പണ്ട് ഒരു സോഷ്യൽ ലെജിറ്റിമസി ഇല്ലായിരുന്നു. ഇന്ന് അവർ പണം മുടക്കി, മാഫിയക്കാർ പണം മുടക്കി സിനിമ എടുത്തിട്ട് ത്രൂ ദീസ് ആക്ടേഴ്സ് മാഫിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് മാഫിയ കഥാപാത്രങ്ങൾക്ക് സോഷ്യൽ ലെജിറ്റിമസി കൊടുക്കണം. അതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ ഡാമേജ്. ഒന്നത്. 2, ഈ നഷ്ടക്കച്ചവടത്തിന് പണം മുടക്കുന്നതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യം. അതായത് ഇഷ്ടം പോലെ ഇപ്പോൾ ഡ്രഗ് മാഫിയ നമ്മൾ ഇവിടെ നടക്കും. ഡ്രഗ് മാഫിയയുടെ കേന്ദ്രബിന്ദു മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ഇടയ്ക്ക് ടിനി ടോം പറഞ്ഞിരുന്നു അയാളുടെ മകനെ വിടത്തില്ല, കാരണം ഇതിൻ്റെ കേന്ദ്രമാണ്, ഏതോ ഒരു നടൻ്റെ പല്ലൊന്നുമില്ല. വാസ്തവത്തിൽ ഇവിടുത്തെ ഒരു എക്സൈസുകാർ അപ്പം ടിനി ടോമിനെ ചോദ്യം ചെയ്യണം. ബിക്കോസ് ഹീ ഈസ് ഇൻ ദ നോളജ് ഓഫ് എ ക്രൈം. എനിക്കൊരാളെ അവിടെ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലീസ് എന്നെ പിടിക്കണം, എനിക്ക് ആ ക്രൈം എനിക്ക് അറിവുണ്ടെന്നാണ്. അപ്പോൾ ടിനി ടോമിനെ വിളിച്ച് ചോദ്യം ചെയ്യണം. അത് ചെയ്യുന്നില്ല. ചോദ്യം ചെയ്താൽ ഈ വലിയ ആളുകൾ അവരുടെ മക്കളിലൊക്കെ എത്തും. അതുകൊണ്ട് അതൊന്നും ചെയ്യത്തില്ല. ഈ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അതിൻ്റെ കണക്ക് പോലെ പറയാം. ഫോർ എക്സാമ്പിൾ ഒരു 5 കോടി രൂപ ഒരു സിനിമയ്ക്ക് മുതൽ മുടക്കുന്നു, 10 കോടി ആയതായിട്ട് കാണിക്കുന്നു. അപ്പം തന്നെ 5 കോടി അവർ വൈറ്റാക്കി കഴിഞ്ഞു. കാരണം സിനിമയുടെ കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുക്കുന്നത് തന്നെയാണ്, വേറെ വെരിഫിക്കേഷൻ ക്രോസ് വെരിഫിക്കേഷൻ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിനൊരു 60 കോടി കളക്ട് ചെയ്യുമെന്ന് പറയുന്നു. നിങ്ങൾ മഞ്ഞുമേൽ ബോയൊക്കെ ഓരോ ദിവസവും പേപ്പറിൽ വരും ഇത് ഇത്ര. അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുക. ഒരാഴ്ച കൂടുമ്പോഴേ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കുള്ളൂ. എവിടുന്നാണ് ഈ പത്രക്കാർക്ക് ഇത് കിട്ടിയത്? ദേ വെയർ ബീങ് ഫെഡ് ബൈ PR ഏജൻസീസ് who were employees of this mafia
കളക്ട് ചെയ്യും. അപ്പം 150 കോടി 100 കോടിയെ കളക്ട് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഈ 100 കോടി കള്ളപ്പണം കയ്യിലുള്ളത് ഈ വരുമാനമായി കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ടാക്സ് കൊടുത്താൽ ഇത് മുഴുവൻ വൈറ്റായി കഴിഞ്ഞു. ഓ ഇല്ലേ? എനിക്ക് കിട്ടിയ പണത്തിൻ്റെ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റായില്ലേ? ഈ പണം എന്ന് പറയുന്നത് ഈ ഡ്രഗ് മാഫിയയുടെ പണമാണ്. കാരണം നഷ്ടക്കച്ചവടമുള്ള സിനിമയിൽ ഏത് മുതലാളി പണം മുടക്കുന്നു ഉണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഒരു 25 വർഷം പഴക്കമുള്ള ഒരൊറ്റ പ്രൊഡ്യൂസർ പറ. ആകെ പറയുന്ന മേനകയുടെ ഹസ്ബൻഡ് സുരേഷാണ്. സുരേഷ് മറ്റ് പലരും ആൾക്കും വേണ്ടി സിനിമ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ റിലയൻസിന് വേണ്ടി സുരേഷ് പടം എടുത്തിട്ടുണ്ട്. സുരേഷിൻ്റെ പേരുണ്ടെങ്കിൽ സുരേഷിന് ഇവരെയൊക്കെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഹൂ ഇൻവെസ്റ്റ് ദ മണി? ഹൂ ഈസ് ദ ക്യാപിറ്റലിസ്റ്റ്? ക്യാപിറ്റലിസ്റ്റ് ഇവരാണ്. ഇവർ ഈ സിനിമാ കഥാപാത്രങ്ങൾ വഴി സോഷ്യൽ ലെജിറ്റിമസി കൊണ്ടുവരുന്നു. നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ഗൂണ്ടകൾ എന്ന് പറയുന്നില്ലേ, പണ്ടും ഈ ഗൂണ്ടകളെ പ്രകീർത്തിച്ച സിനിമ വരുമായിരുന്നു. തച്ചോളി അതേന്, ആരോ മൽച്ചേകർ, അവരൊക്കെ പെയ്ഡ് ഗൂണ്ടകളാണ്. അവർ സോൾജിയേഴ്സ് ഒന്നുമല്ലേ, ആര് പൈസ കൊടുത്താലും അടിക്കാൻ വരുന്നവരാണ്. അവർ ഇന്നത്തെ മാഫിയക്കാർ പറഞ്ഞാൽ അവർ കഞ്ചാവ് അടിക്കും, അവർ നാട് നിങ്ങളെ പെണ്ണ് പിടിച്ച് നടക്കും, വെള്ളം അടിച്ചു തുടങ്ങും. ഇതൊക്കെയല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്. അവരെ കുറിച്ച് നമ്മൾ എഴുതിയ സിനിമകൾ എന്താണ്? സ്വർണ്ണ ചിറകടിച്ചിട്ട് ആ വെളിച്ചം സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പി ഭാസ്കരനോ വയലാർ രാമേറ്റ എഴുതാണ്. ആരാണ് ഈ ഗൂണ്ട? സ്വർഗത്തിൽ നിന്ന് വന്നതേ പറയണം. അതുപോലെ മാമ്പുള്ളി തേൻ ചുണങ്ങും, വല്ല ഫംഗസിനെ മരുന്നിട്ടാ പോകും, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഈ ആൻറ്റി സോഷ്യൽസിനെ പ്രകീർത്തിക്കുന്നൊരു കാലമുണ്ട്. പക്ഷെ അത് 2-3 സിനിമയുള്ളൂ. ഇന്ന് സമൂഹത്തിൽ മുഴുവൻ ആൻറ്റി സോഷ്യൽസ് ഇവർ വഴി പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് ദേ ഗെറ്റ് സോഷ്യൽ ലെജിറ്റിമസി. അവരുടെ പണം സിനിമാ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി ഇവരെല്ലാം പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോഴുള്ള പ്രശ്നമുണ്ട്. മമ്മൂട്ടിയെ സപ്പോസ് മമ്മൂട്ടിയുടെ 10 കോടി രൂപയാണെന്ന് വിചാരിക്കാം. ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് 20 കോടിയാണെങ്കിൽ ഐ ഹാവ് ടു പേ 10 crores ടു മമ്മൂട്ടി. ബാക്കി 10 കോടിയാണ് മറ്റേ ചിലവ്. മമ്മൂട്ടി സിനിമ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ 10 കോടി എന്ന് പറഞ്ഞാൽ ബുക്ക് എൻട്രിയിൽ മാറ്റി വെച്ചാൽ മതി. 10 കോടി കൊണ്ട് മമ്മൂട്ടിക്ക് പടം തീർക്കാം. 11 കോടി കളക്ട് ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ലാഭം. മനസ്സിലായോ? അപ്പോൾ ഈ ഇൻഡസ്ട്രി, ഈ തൊഴിലാളികൾ, നമ്മൾ ഈ നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ തൊഴിലാളികളായ അഭിനേതാക്കളും മറ്റേ ഡയറക്ടേഴ്സും അവരുടെ വില കൂട്ടി മുതലാളിമാരുടെ കശാപ്പ് ചെയ്തു. അപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസേഴ്സ് ഇല്ല. ആരാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണത്? അത് വേറെ ഡ്രഗ് മാഫിയ നടത്തുന്നവരുടെ പണം വരുന്നു. ആ പണം മുടക്കുന്നു. അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂട്ടിക്കും അറിയാം, മോഹൻലാലിനും അറിയാം, മന്ത്രി സുരേഷ് ഗോപിക്കും അറിയാം. എവരിബഡി നോസ് ഇറ്റ്. ഇതിനകത്ത് കള്ളപ്പണം ഉണ്ട് എന്നുള്ളത്. കള്ളപ്പണത്തിൻ്റെ അല്ലെങ്കിൽ യു ജസ്റ്റ് സീ ഹൂ ഈസ് ഇൻവെസ്റ്റിംഗ്, ഹൂ ഈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡ്യൂസേഴ്സിന് അറിയാമോ? ആർക്കെങ്കിലും? ദേ ആർ ഓൾ അനോണിമസ്. പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെൻറ്റും ഒക്കെ ഇവരെ ഇപ്പോഴും താരാരാധനയോടെ വാഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് അവരും. പിന്നെ ആരാണ് സാർ ഇത് ഒരു നടപടി എടുക്കുക? അത് ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. നളിനി ജമീല എന്ന് പറഞ്ഞ ലൈംഗിക തൊഴിലാളിയാണ്. അവർ ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 1000 ക്ലയൻസ് ഉണ്ട്. 1000 ക്ലയൻസ്. 1000 ക്ലയൻസ് ഉള്ള നളിനി ജമീലെ നിങ്ങൾ വീട്ടിൽ കയറ്റുമോ? സാധാരണ ഒരാളുടെ വീട്ടിൽ കയറ്റുമോ? നമ്മളെത്ര ഒരു വീട്ടിൽ കയറ്റും? ഇല്ല. മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഡോണി ലൂക്കോസിൻ്റെ എനിക്ക് 3000-ൽ കൂടുതൽ പേരുമായിട്ട് ബന്ധമുണ്ട്. 3000-ൽ കൂടുതൽ ബന്ധമുള്ള നളിനി ജമീലയുടെ പുരുഷ രൂപമുള്ള മോഹൻലാൽ. നളിനി ജമീലക്കാൾ 2000 കൂടുതൽ ആളുകളുള്ള നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യും? ലാലേട്ടൻ വന്നേന്ന് വിളിക്കും. അമ്മമ്മമാർ വരെ വിളിക്കും ലാലേട്ടൻ. ഇത് നമ്മുടെ പ്രശ്നമാണെന്ന്. അവരുടെ പ്രശ്നമൊന്നുമല്ല, നമ്മുടെ പ്രശ്നമാണ്.